ശത്രുതയുടെ പഴയ കണക്കുകൾ മറന്ന് മിഡിൽ ഈസ്റ്റിൽ പുതിയൊരു സഖ്യം ശക്തമാകുന്നു. ചരിത്രത്തിലാദ്യമായി ഇസ്രയേൽ തങ്ങളുടെ അഭിമാനമായിട്ടുള്ള അയൺ ഡോം വ്യോമപ്രതിരോധ സംവിധാനം മറ്റൊരു രാജ്യത്ത് വിന്യസിച്ചിരിക്കുകയാണ്. അതും ഒരു അറബ് രാജ്യമായിട്ടുള്ള UAE. ഇറാനെ ലക്ഷ്യമിട്ട് രണ്ടും കൽപ്പിച്ചാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഒരു നിർണായക നീക്കം ഇപ്പോൾ ഉണ്ടാകുന്നത്. അമേരിക്കയ്ക്കും ഇസ്രായേലിനും പുറത്ത് അയൺ ഡോം സംവിധാനം ഉപയോഗിക്കുന്ന ആദ്യ രാജ്യമായി UAE മാറിയിരിക്കുകയാണ്. അയൺ ഡോം ബാറ്ററികൾ മാത്രമല്ല, അവ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഇസ്രായേലി സൈനികരെയും UAE എത്തിച്ചിട്ടുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായതിന് പിന്നാലെയാണ് ഇറാന്റെ ഭീഷണികളെ നേരിടാൻ ഇസ്രായേലിന്റെ ഈ ഒരു സുപ്രധാന ഇടപെടൽ എന്നാണ് ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തത്. UAE അമേരിക്കൻ സൈനിക താവളങ്ങളും മറ്റ് സിവിലിയൻ കേന്ദ്രങ്ങളും ഇറാന്റെ ഡ്രോൺ ആക്രമണ ഭീഷണി നേരിട്ട ഒരു സമയമുണ്ടായിരുന്നു. സൈനിക സിവിലിയൻ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടതോടെയാണ് UAE തങ്ങളുടെ സഖ്യകക്ഷികളുടെ സഹായം അടിയന്തരമായി തേടിയത്. ഇതിനു മുന്നോടിയായി UAE പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ ഫോണിൽ സംസാരിച്ചിരുന്നു. ഈ ചർച്ചകൾക്കൊടുവിലാണ് സുരക്ഷ ഉറപ്പാക്കാൻ ഇസ്രായേൽ തങ്ങളുടെ സൈന്യത്തെയും ഇന്റർസെപ്റ്ററുകളെയും അയൺ ഡോമും UAE അയച്ചത്. എന്താണ് ഈ അയൺ ഡോം എന്ന് സാധാരണക്കാർക്ക് ഒരു സംശയമുണ്ടാകാം. ശത്രുക്കൾ അയക്കുന്ന മിസൈലുകളെയും റോക്കറ്റുകളെയും ആകാശത്ത് വെച്ച് തന്നെ തകർത്ത് കളയുന്ന ഇസ്രായേലിന്റെ ഒരു വജ്രായുധ സാങ്കേതിക വിദ്യയാണിത്. ഇത് പ്രവർത്തിക്കുന്നത് പ്രധാനമായും 3 പാളികളായിട്ടാണ്. ആയിരക്കണക്കിന് കിലോമീറ്റർ അകലിൽ നിന്നുള്ള വലിയ ബാലിസ്റ്റിക് മിസൈലുകളെ തടയാൻ ആരോ 2, ആരോ 3 സംവിധാനങ്ങളുണ്ട്. 100 മുതൽ 200 കിലോമീറ്റർ വരെ ദൂരമുള്ള മിസൈലുകളെ തകർക്കാൻ ഡേവിഡ് സ്ലിംഗ് എന്ന പ്രതിരോധ കവചമുണ്ട്. ഏറ്റവും അവസാനത്തെ പുറംപാളിയാണ് ഷോർട്ട് റേഞ്ച് അയൺ ഡോം. 4 മുതൽ 7 കിലോമീറ്റർ വരെ ദൂരത്തിൽ നിന്ന് വരുന്ന ചെറിയ റോക്കറ്റുകളെയും ഡ്രോണുകളെയും റഡാറുകളുടെ സഹായത്തോടെ കണ്ടെത്തി അവ രാജ്യത്തിന് ഭീഷണിയാണോ എന്ന് വിലയിരുത്തിയ ശേഷം മിസൈൽ അയച്ച് തകർക്കുക എന്നതാണ് അയൺ ഡോമിന്റെ രീതി. ഇതിനായി ഓരോ ബാറ്ററിയിലും 3ഓ 4ഓ ലോഞ്ചറുകളും 20 മിസൈലുകളും ഒരു റഡാറും സജ്ജമാക്കിയിട്ടുണ്ടാകും. ചുരുക്കത്തിൽ ഇസ്രായേലും UAEയും പ്രതിരോധ മേഖലയിൽ കൈകോർക്കുന്നത് ഇറാന് നൽകുന്ന കൃത്യമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ്. പശ്ചിമേഷ്യയിലെ പ്രതിരോധ സമവാക്യങ്ങൾ അടിമുടി മാറുകയാണ്. മുൻകാല ശത്രുക്കൾ ഇന്ന് ഒരേ ഭീഷണിക്ക് നേരെ അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ കരുത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ ഈ സഖ്യം മേഖലയുടെ സുരക്ഷാ ഭൂപടത്തിൽ വലിയൊരു മാറ്റത്തിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്.